അതായത് 90% വരുന്ന ഹിന്ദുക്കളും മുസ്ലിം ഹോട്ടലിലും മുസ്ലിമീങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിലും കയറുന്നു എന്ന് ചുരുക്കം. ആന എഴുന്നള്ളിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളിലും ആന ഇടയുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആന ഇടയുന്നതോ അതോ ഒരു ചോദ്യചിഹ്നം. അതായത് ആന ഇടയുന്നത് ഈ മുസ്ലിമീങ്ങളുടെയോ അല്ലെങ്കിൽ ഇവർ ജിഹാദികൾ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ കുറിച്ചാണല്ലോ അങ്ങനെ പറയുന്നത്, അവരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് അദ്ദേഹം പറഞ്ഞതിന് ചുരുക്കം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ശ്രീകൃഷ്ണനും കുഴിമന്തിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ചർച്ച അവസാനിക്കുന്നതിനു മുന്നേ പുതിയ പുതിയ വാദങ്ങളുമായി പരാമർശങ്ങളുമായി പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നത് അറബിക് റെസ്റ്റോറൻറ്റുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു മുസ്ലിങ്ങളുടെ റെസ്റ്റോറൻറ്റുകളിൽ ഹോട്ടലുകളിൽ പോകരുത്, ഭക്ഷണം കഴിക്കരുത് എന്നാണ് പറയുന്നത്. ഈ രൂപത്തിലുള്ള തികച്ചും വർഗീയമായ പരാമർശങ്ങളും മറ്റുള്ള വിവാദങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭക്ഷണത്തിൽ വർഗീയ അജണ്ടയുമായി ബി.ജെ.പി. കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകളുടെ സാമ്പത്തിക സ്രോതസ്സും ദേശവിരുദ്ധ ബന്ധവും NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. തൃശൂർ ജില്ലാ നേതാവ് പ്രസീദ് ദാസ് രംഗത്ത്. സംഭവത്തിൽ NIAയ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. കേട്ടില്ലേ? ബി.ജെ.പിയുടെ തൃശൂർ ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് പ്രസീദ് ദാസ് അറബിക് റെസ്റ്റോറന്റുകളിലെ ദേശവിരുദ്ധ ബന്ധം അന്വേഷിക്കണമെന്നാണ്, അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് NIAയ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. എത്രമാത്രം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണിത്. ഇനി അറബിക് റെസ്റ്റോറൻറ്റിനാണ് പ്രശ്നമുള്ളൂ. അറബിക്ക് വരാത്ത മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾക്ക് ഒരു പ്രശ്നമില്ല. അറബിക്ക് വന്നാൽ അവിടെ മൊത്തം പ്രശ്നമായി. ഈ രൂപത്തില് ഒരു പേരിൽ പോലും വർഗീയത കണ്ടെത്തുന്ന ഒരു സാഹചര്യം. ഈ അവസരത്തിൽ ഓർത്തു പോകുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കടലുണ്ട്, അറബിക്കടൽ. ഇനി അറബിക്കടലിൽ നിന്ന് മീൻ പിടിക്കാൻ പാടില്ല, അറബിക്കടലിൽ നിന്ന് പിടിച്ച മീൻ ആരും ഭക്ഷിച്ചു പോകരുത് എന്ന് അധികം താമസിയാതെ ഇവർ പ്രസ്താവന ഇറക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രൂപത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് ഇവരോട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിക്കൂ, ഈ ഹോട്ടലുകളിലെല്ലാം കയറുന്ന 90% ആൾക്കാരും നിർഭാഗ്യമെന്ന് പറയട്ടെ ഹിന്ദുക്കളാണ്. അതേ സമയത്ത് ഈ ഹിജാബ് ധരിച്ചവരും ഈ പർദ്ദ അണിഞ്ഞവരും എല്ലാം പലപ്പോഴും നമ്മൾ കാണുന്നത്, ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നൊരു വ്യക്തിയായിട്ട് പറയുകയാണ്, പലപ്പോഴും നമ്മൾ കാണുന്നത് ശുദ്ധ വെജിറ്റേറിയൻ ഹോട്ടലുകളിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അതായത് 90% വരുന്ന ഹിന്ദുക്കളും മുസ്ലിം ഹോട്ടലിലും മുസ്ലിമീങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുന്നു എന്ന് ചുരുക്കം. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൽ അങ്ങനെയാണ്. മുസ്ലിമീങ്ങൾ ഹിന്ദുവിൻ്റെ ഹോട്ടലിലും ഹിന്ദു മുസ്ലിമിൻ്റെ ഹോട്ടലിലും വരും. മുസ്ലിമിൻ്റെ വീട്ടിൽ ഒരു ആഘോഷം വരുമ്പോൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഹിന്ദുവിൻ്റെ വീട്ടിലും, ഹിന്ദുവിൻ്റെ വീട്ടിൽ ഒരു ആഘോഷം ഉണ്ടാകുമ്പോഴുള്ള സദ്യ മുസ്ലിമിൻ്റെ വീട്ടിലും കൊടുക്കും. ഇത് കേരളത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. അതിൽ നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയാനുള്ളത്. ഇവിടെ പലപ്പോഴും നമ്മുടെ ഹിന്ദുക്കൾക്ക് ഈ പറഞ്ഞ ഈ മതസൗഹാർദ്ദമായാലും ശരി, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് ഹിന്ദു എന്ന് തിരിച്ചറിയാത്ത, സനാതന ധർമ്മം എന്നൊന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ ഈ പറഞ്ഞ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സ്വാഭിമാനികളായ ഹിന്ദുക്കളുടെ ഹോട്ടലുകൾ തിരഞ്ഞു പിടിച്ച് അവിടെ മാത്രം ഭക്ഷണം കഴിക്കുക, ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഈശ്വര നിന്ദ ചെയ്യുന്നവരെ ഒഴിവാക്കാനാണ്. അപ്പോൾ അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഹിന്ദുവിൻ്റെ ഹോട്ടലിൽ മാത്രം കയറുക ഹിന്ദുക്കൾ, അവരുടെ ഷോപ്പുകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങുക. എങ്ങനെയുണ്ട്? ഈ അടുത്ത് നമ്മുടെ മുണ്ടത്തിക്കോട് വെടിക്കോപ്പ് ശാലയിൽ വലിയ ഒരു അപകടം നടന്നു. ആ അപകടത്തിൽ ഒരുപാട് ആളുകൾ അതിദാരുണമായി മരണപ്പെട്ടു പോയി, ഒക്കെ നമുക്കറിയാം. അപകടം നടന്നപ്പോൾ അതിൻ്റെ താഴെ ഒരു മാന്യൻ, കുറേ മാന്യന്മാർ വർഗീയമായിട്ടുള്ള കമൻറ്റുകൾ ചെയ്തു.
അതിൽപ്പെട്ട ഭാസ്കരൻ നാർ അജയൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കമൻ്റ് ചെയ്തു. ആ കമൻ്റ് ഞാനിവിടെ വായിക്കാം. എൻ്റെ സംശയമാണ്, ദയവ് ചെയ്ത് ആരും തെറ്റിദ്ധരിക്കരുത്. തൃശ്ശൂർ വെടിക്കെട്ടുപുരയിലെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് പ്രണാമം. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു, ആന എഴുന്നള്ളിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളിലും ആന ഇടയുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആന ഇടയുന്നതോ അതോ? ഒരു ചോദ്യചിഹ്നം. അതായത് ആന ഇടയുന്നത് ഈ മുസ്ലിമീങ്ങളുടെയോ അല്ലെങ്കിൽ ഇവർ ജിഹാദികൾ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ കുറിച്ചാണല്ലോ അങ്ങനെ പറയുന്നത്, അവരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. പഹൽഗാമിൽ ഹിന്ദുക്കളെ മതം നോക്കി വെടിവെച്ച് കൊന്നതിന് നാളെ 1 വയസ്സ് തികയാനിരിക്കെ ഇവിടെ മാധ്യമപ്രവർത്തകർ ഈ സ്ഥലം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ അപകടം. ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന ചിത്രം പ്രസിദ്ധപ്പെടുത്തുക, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ മിണ്ടാതിരിക്കുക. എന്തോ അട്ടിമറി മണക്കുന്നില്ലേ? മാധ്യമ റിപ്പോർട്ടർമാരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കേസ് അന്വേഷിക്കണമെന്നാണ് ഈ മഹാന്റെ കണ്ടുപിടുത്തം. ഇതേപോലെ തന്നെ വർഗീയമായിട്ടുള്ള കമൻറ്റ്, വേദനാജനകമായ അപകടമുണ്ടായിട്ടും വർഗീയമായിട്ടുള്ള പല വിധത്തിലുള്ള കമൻറ്റ് ചെയ്ത സ്ത്രീകളുമുണ്ട്. അപ്പോൾ എന്ത് സംഭവം ഉണ്ടായാലും അതൊക്കെ ഒരു വിഭാഗത്തിന് എതിരെ തിരിച്ചുവിടുകയും അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ഈ നാട്ടിൽ വിലപ്പോവുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേരളത്തെ നടുക്കിയ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനം, ആ സ്ഫോടനം നടന്നിട്ട് ആദ്യമായിട്ട് സഹായ വാഗ്ദാനവുമായി രംഗത്ത് വന്നത് കേരളത്തിന്റെ അഭിമാനമായ MA യൂസഫ് അലി സാഹിബാണ്. മരണപ്പെട്ടവർക്ക് 1 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ജാതിയും മതവും നോക്കാതെ ധാരാളം ആളുകളെ സഹായിക്കുന്ന യൂസുഫ് അലിയെ പോലെയുള്ള ആളുകൾ കേരളത്തിലുള്ള ധാരാളം മുസ്ലിമീങ്ങൾ അല്ലാത്തവരുമുണ്ട്. അവർ ജാതിയും മതവും ഒക്കെ നോക്കാതെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അധികവും ഈ കച്ചവടക്കാരും ഈ ഹോട്ടൽ നടത്തുന്നവരും മന്തിക്കട നടത്തുന്നവരും വ്യവസായികളും ഒക്കെയാണ്. അവരവരുടെ മതം നോക്കാതെ സഹായിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് അവർ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ്. അവരുടെ കടകളിൽ നിങ്ങൾ കയറരുത്, മുസ്ലിമീങ്ങളുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഇവിടെ തികച്ചും വിഷം വയ്ക്കുന്ന പ്രസ്താവന നടത്തുന്നവരാണ് ഇവർ. ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവരെ സഹായിക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ തയ്യാറാകുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷജീവികളെ നാം ഒറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ്. കേരളത്തെ അറിയപ്പെട്ട മാന്ത്രികനായിരുന്ന മുതുകാട് സാഹിബ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു ദൈവദൂതനെ കണ്ടു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കൂടി നമ്മൾ കേൾക്കേണ്ടതാണ്. ഒരുപാട് ആത്മവിശ്വാസവുമായി ഒരു ദൈവദൂതൻ എൻ്റെ മക്കളെ കാണാൻ വന്നു. ശ്രീ MA യൂസഫ് അലി സാറ് കാസർഗോഡ് പ്രോജക്റ്റിൻ്റെ ലോഞ്ചിങ് നടത്തി കഴിഞ്ഞ ശേഷം അദ്ദേഹം 1.5 കോടി രൂപ സംഭാവന ചെയ്തു. തുടർന്നുള്ള പ്രഖ്യാപനമാണ് എൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയത്. എല്ലാ വർഷവും ഈ കുട്ടികൾക്കായി 1 കോടി രൂപ വീതം തരാമെന്ന്. അതും കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ വിതുമ്പിപ്പോയി. തൻ്റെ കാലശേഷവും അത് തുറന്നുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ ഏറ്റെടുക്കുന്ന മക്കൾ അത് തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും യൂസഫ് അലി സാറിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അനാഥരാവില്ല. നന്ദിയുണ്ട് യൂസഫ് അലി സാർ ഈ ചേർത്ത് പിടിക്കലിന്, ഈ സ്നേഹത്തിന്. ഇതിലപ്പുറം പറയാൻ എനിക്ക് കഴിയില്ല. താങ്ക് യു സോ മച്ച്. കേരളത്തിലെ പ്രമുഖനായ മുതുകാട് സാഹിബാണ് പറഞ്ഞതൊരു മുസൽമാനെ കുറിച്ചാണ്. അദ്ദേഹവും ഇതുപോലെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നടത്തുന്നയാളാണ്. മുതുകാട് സാഹിബിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മുസ്ലിമീങ്ങളാണ് ഏതുകൊണ്ടല്ല. മുതുകാട് അദ്ദേഹത്തിൻ്റെ മതം ഏതാണെന്ന് നമുക്കറിയാം. ഇവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല മുസ്ലിമീങ്ങൾ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്ന ആളുകൾ, അതായത് മുസ്ലിമീങ്ങൾക്കെതിരെ വർഗീയമായിട്ടുള്ള പരാമർശം നടത്തി ഒരു വിഭാഗത്തെ ജിഹാദികളാണെന്ന് പറഞ്ഞ് അവർ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ, ഈ വിജിത് തമ്പിയെ പോലെ ശശികലയെ പോലെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ഈ വർഗീയത പറയുന്നു എന്നല്ലാതെ
മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്തതായി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കാനോ അവരെ ഏറ്റെടുക്കാനോ ഒന്നും ഇത്തരത്തിലുള്ള ആളുകളില്ല. ഇവർക്കാകെ ഈ വർഗീയ പരാമർശം നടത്തി ഭിന്നിപ്പുണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് ആണ് ഇവരുടെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഇതൊന്നും വിലപ്പോവുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.